ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കലാമുനാ ലഫ്ളും മുഫീദുൻ ഖസ്തഖിം വസ്മുൻ വഫിഅലുൻ സുമ്മ അർഫൂനിൽ കലിം. കലാമുന നമ്മളുടെ അടുക്കൽ കലാമു എന്ന് പറഞ്ഞാൽ, കലാമു എന്ന് നമ്മളുടെ അടുക്കൽ പറഞ്ഞാൽ, കലാമുന എന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മുടെ അടുക്കൽ എന്ന് പറയാനുള്ള കാരണം, അഥവാ യഅനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നു അന്നഹ്വിയീന, നഹ്വീങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് കലാമു എന്ന് പറഞ്ഞാൽ ലഫ്ളാണ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ? എന്തിനാ നമ്മുടെ അടുക്കൽ, നഹ്വീങ്ങളുടെ അടുക്കൽ എന്ന് പറയുന്നത്? ഈ കിതാബ് നഹ്വിൽ രചിക്കപ്പെട്ട കിതാബാണല്ലോ. ഈ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ല, വാസ്തഈനുല്ലാഹ ഫീ അൽഫിയയിൽ ഞാൻ സഹായം ചോദിക്കുന്നു. മഖാസിദുൻ നഹ്വി ബിആ മഹ്വിയ, നഹ്വിന്റെ ബിദാത്ത് മഖ്സൂദായ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. ഇത് നഹ്വിന്റെ കിതാബല്ലേ? അപ്പൊ കലാമു എന്നങ്ങ് പറഞ്ഞാൽ പോലെ. എന്തിനാ കലാമുന നമ്മളുടെ അടുക്കൽ അഥവാ നഹ്വീങ്ങളുടെ അടുക്കൽ കലാമാകുന്നത് എന്നൊക്കെ എന്തിനെ പ്രത്യേകം പറയുന്നത്? ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലേ ഇത് നഹ്വിന്റെ കിതാബാണ്. അപ്പൊ കലാമാകുന്നത് ലഫ്ളും മുഫീദുൻ എന്ന് പറഞ്ഞാൽ പോരെ? നമ്മളുടെ അടുക്കൽ കലാമു, നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന നഹ്വീങ്ങളാണ് എന്നൊക്കെ എന്തിനാണ് പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? ഉണ്ട് എന്നാണ് ഹാഷ്യക്കാരൊക്കെ സ്വബാനൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കാണാം. കലാമ് എന്നതിൽ ഒരുപാട് മാറായ ഇസ്തിലാഹുകൾ ഉണ്ട്. ലുഗവീങ്ങൾക്ക് ഒരു ഇസ്തിലാ ഉണ്ട്, നഹ്വീങ്ങൾക്ക് വേറെ ഒരു ഇസ്തിലാ ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ലിൽ ഇശാറത്തി ഇഖ്തിലാഫിൽ ഇസ്തിലാഅത്തി ഫിൽ കലാം, കലാമിൽ ഒരുപാട് ഇസ്തിലാഹുകൾ ഉണ്ട് എന്നതിലെ വിഭിന്നമായ ഇസ്തിലാഹുകൾ ഉണ്ട് എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കലാമുന എന്ന് പ്രത്യേകം പറഞ്ഞത്. ല്ല കലാമുന നമ്മളുടെ അടുക്കൽ കലാമു എന്ന് പറയാനുള്ള കാരണം, ഇബ്നു മാലിക് മുസന്നിഫ് നഹ്വീങ്ങളിൽ ഒരു മുജ്തഹിദിൽപ്പെട്ട ആളാണെന്നതിലേക്ക് സൂചിപ്പിക്കലുമുണ്ട് എന്ന് സബ്ബാം പറയുന്നുണ്ട്. വലിൽ ഇശാറത്തി ഇലാ അന്നൽ മുസന്നിഫ മിൻ മുജ്തഹിദിൻ നുആത്ത്, മുസന്നിഫ് എന്താണ് നഹ്വീങ്ങളിൽ ഗവേഷകന്മാരിൽ പെട്ടവരാണെന്നതിലേക്ക് സൂചിപ്പിച്ചു പറയാൻ വേണ്ടിയുമാണ്. കലാമുന നമ്മളുടെ അടുക്കൽ കലാമു എന്ന് പറഞ്ഞാൽ നഹ്വിന്റെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ അടുക്കൽ, അതാണ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാനും ഉണ്ട് എന്നാണല്ലോ മുസന്നിഫ് പറയുന്നത്, നമ്മളുടെ അടുക്കൽ കലാം എന്ന് പറയുന്നത്. അപ്പോൾ നാ എന്നതുകൊണ്ട് മുസന്നിഫ് നഹ്വിലെ മുജ്തഹിദിൽപ്പെട്ട ആളാണെന്നതിലേക്ക് സൂചിപ്പിച്ചു പറയലുമുണ്ട് എന്ന് സബ്ബാൻ പറയുന്നു. അപ്പൊ ഇബ്നു മാലിക് നഹ്വിലെ ഒരു മുജ്തഹിദ് തന്നെയാണ്. ഇജ്തിഹാദ് കൊണ്ട് മറ്റുള്ള നഹ്വീങ്ങൾക്ക് എതിരിൽ സ്വന്തമായിട്ട് ഇബ്നു മാലിക്കിന് അഭിപ്രായം പറയാം. ഇൻഷാ അല്ലാഹ് അങ്ങനെ അഭിപ്രായം പറയുന്ന സ്ഥലം ശേഷം വരുന്നുണ്ട്. ഈ കലാമു എന്നത് മുസ്തഖും മിനൽ കൽമി, കൽമിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. കൽമിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്യപ്പെട്ടതാണ് ഇത് ഈ കലാമു എന്നത്. കൽമു എന്ന് പറഞ്ഞാൽ എന്താണ്? വ ബിമഅനൽ ജിറാഹത്തി, ജിറാഹത്ത് മുറിവറ്റിക്കൽ എന്ന മാനക്കാണ് കൽമു എന്ന് പറയുന്നത്. കലാമിൽ ഓരോ മനുഷ്യന്മാരിലും മുറിവിനെ ഉണ്ടാക്കലുണ്ട്. വർത്തമാനം കൊണ്ടൊരാൾ ആന്തരികമായ മാനവിയായ ഒരു മുറിവറ്റിക്കൽ ഉണ്ടാകുന്നുണ്ട് കലാമിൽ. അപ്പോൾ ജിറാഹത്തിന്റെ മാനക്കുള്ള കെലിമ്, ആ കെലിമിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്, കെൽമിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് കലാമ് എന്ന് പറയുന്ന ലഫ്ള്. നമ്മളുടെ അടുക്കൽ കലാമു എന്ന് പറഞ്ഞാൽ ലഫ്ളുൻ, ഒരു ലഫ്ളാകുന്നു. ലഫ്ള് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷാപരമായിട്ട് ലഫ്ള് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു,
എടുത്തിട്ടു പുറത്തേക്ക്, അല്ലെങ്കിൽ വായയിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു, തുപ്പി എന്നൊക്കെ അർത്ഥത്തിലാണ് ലഫ്ള് എന്ന് ഉപയോഗിക്കൽ. ഇപ്പൊ ഇവിടുത്തെ ലഫ്ള് കൊണ്ട് ഉദ്ദേശം എന്താണ്? വായയിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെട്ടത് എന്ന് മസ്ദർ പറഞ്ഞിട്ട് അതിന് ഇസ്മു മഫ്ഊലാണ് ഉദ്ദേശം. അപ്പൊ നമ്മളുടെ അടുക്കൽ കലാമ് എന്ന് പറഞ്ഞാൽ ലഫ്ളുൻ, ഒരു ലഫ്ളാകുന്നു. ഈ ലഫ്ള് എന്ന് പറഞ്ഞാൽ സൗത്തുൻ, അതൊരു ശബ്ദമാണ്. സൗത്തുൻ ശബ്ദമാണ്. സൗത്ത് എന്നത് മസ്തർ, സ്വാത്ത യസൂത്തുന്റെ മസ്തറാണ് സൗത്തുൻ. അപ്പൊ ശബ്ദിക്കൽ. അപ്പൊ അതിന്റെ നേരെ അർത്ഥം എന്താണ്? ഒരു ശബ്ദിക്കുന്ന ആളുടെ പ്രവൃത്തി ശബ്ദിക്കൽ എന്നാകും. യഥാർത്ഥത്തിൽ അതല്ല ഇവിടെ ഉദ്ദേശം, ഒരാളുടെ പ്രവൃത്തി എന്നതല്ല ഇവിടെ ഉദ്ദേശം. ശബ്ദിക്കൽ എന്ന പ്രവൃത്തിയല്ല ഇവിടെ ഉദ്ദേശം, മറിച്ച് അതിനാൽ ഹാസുലായ ഹാസുലുൽ മസ്ദറാണ് ഇവിടെ ഉദ്ദേശം. നഹ്വീങ്ങളുടെ അടുക്കൽ ലഫ്ള് കൊണ്ട് ഉദ്ദേശിക്കുന്ന കലാമ് കൊണ്ടുള്ള ഉദ്ദേശത്തിൽ വരുന്ന ലഫ്ള് എന്തല്ല? വെറും ശബ്ദിക്കൽ എന്നതല്ല, മറിച്ച് ആ മസ്ദറിനാൽ ഹാസിലാകുന്ന ഹാസിലുൽ മസ്ദർ, മസ്ദറിനാൽ ഹാസിലാകുന്ന ആ മസ്മൂഅത്തായ കൈഫിയത്ത്, അതാണ് ഇവിടെ ഉദ്ദേശം. എന്ന മസ്ദർ അല്ല. അതവിടെ സ്വബ്ബാനും തസ്രീഹും തസ്രീഹിന്റെ യാസീനൊക്കെ പറയുന്നുണ്ട്. സൗത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുത്തക്കല്ലിമ് ശബ്ദിക്കൽ എന്ന മസ്ദർ അല്ല, മറിച്ച് ഹാസിലുൽ മസ്ദറാണ് ഉദ്ദേശം. മസ്ദറിനാൽ ഹാസിലായ മസ്മൂഅത്തായ കൈഫിയത്ത്. അതാണ് ഉദ്ദേശം. ഹവയിൽ ഖായിമായ, വായുവിൽ നിലകൊള്ളുന്ന ആ ശബ്ദിക്കലിനാൽ കരസ്ഥമായ മസ്മൂഅത്തായ കൈഫിയത്ത്, ആ ശബ്ദിക്കപ്പെട്ട കാര്യം, അതാണ് എന്ത് ലഫ്ള് എന്ന് പറയുന്നത്. അപ്പൊ വഹുവ ലഫ്ള് എന്ന് പറഞ്ഞാൽ സൗത്തുനൊരു ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ ശബ്ദിക്കൽ എന്നല്ല, ശബ്ദമാണ്. ശബ്ദിക്കലിനാൽ കരസ്ഥമായ ശബ്ദമാണ് ലഫ്ള് എന്ന് പറഞ്ഞാൽ. എങ്ങനത്തെ ശബ്ദം? മുസ്തമിലുൻ ചുറ്റിയതായാൽ ആ ബഅദുൽ ഹുറൂഫി, ചില ഹർഫുകളുടെ മേൽ ചുറ്റിയതായ ശബ്ദമാകുന്നു. ചില ഹർഫുകളുടെ മേൽ ചുറ്റിയ ശബ്ദമാണ് എന്ന് പറയുമ്പോ ആ ചുറ്റൽ എന്താണ്? കുല്ലതിന്റെ അജ്സാഇന്റെ മേലുള്ള ചുറ്റൽ. ഇപ്പൊ സെയ്ദുൻ എന്ന് പറയുമ്പോ സെയ്ദുൻ എന്ന ലഫ്ള് അതൊരു ലഫ്ളാണ്. അത് എന്താണ്? ശബ്ദമാണ്. സെയ്ദുൻ എന്ന ദാലിന്റെ മേൽ അത് ചുറ്റി. ആ ചുറ്റിയ ചുറ്റൽ സെയ്ദുൻ എന്ന കുല്ല് അതിന്റെ ജുസ് ആയ ദാലിന്റെ മേൽ ചുറ്റിയ ചുറ്റലാണ്. അപ്പൊ അത് ബഅദുൽ ഹുറൂഫിന്റെ മേൽ ചുറ്റി എന്ന് പറയാൻ എന്ത്? ആ ചുറ്റിയ ചുറ്റൽ ഏതാണ്? കുല്ല് അതിന്റെ അജ്സാഇന്റെ മേലുള്ള ചുറ്റലാണ്. ഈ അർത്ഥം കൊടുക്കുമ്പോഴുണ്ടാകുന്ന സംശയം, കുല്ലതിന്റെ അജ്സാഇന്റെ മേലുള്ള ചുറ്റലാണ് എന്ന് കൊടുക്കുമ്പോൾ ഒരു ഹർഫിന്റെ മേൽ വെക്കപ്പെട്ടതുമുണ്ടല്ലോ. ഇതുപോലെ അത്തുഫിന്റെ വാവ് പോലെ, അത്തുഫിന്റെ വാവ് വ അംറുൻ, ജാഅനി സെയ്ദുൻ വ അംറുൻ എന്ന് പറയുന്ന വ, അതും ലഫ്ള് തന്നെയാണ്. അതെല്ലാരും പറയുന്നുണ്ട് ലഫ്ള് തന്നെയാണ് ഉറപ്പായിട്ട്. ആ വ എന്നതിന്റെ മേൽ ലഫ്ള് എന്ന് പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞ ബഅദുൽ ഹുറൂഫിന്റെ മേൽ ചുറ്റിയ ശബ്ദം എന്നല്ലേ? ആ ചുറ്റിയ ചുറ്റൽ കുല്ലതിന്റെ അജ്സാഇന്റെ മേലുള്ള ചുറ്റൽ എന്ന് വെക്കുമ്പോൾ അത്തുഫിന്റെ വാവ് ആ വ എന്നെനിക്ക് അവിടെ ഒരു കുല്ലും അത് കുറെ ജുസുക്കളാലും മുറക്കവാകുമ്പോഴല്ലേ കുല്ലതിന്റെ ജുസുഇന്റെ മേലുള്ള ഇസ്തിമാല് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ കുല്ല് അതിന്റെ ജുസുവിന്റെ മേലുള്ള ഇസ്തിമാൽ എന്ന് പറയാൻ ജുസുക്കൾ തന്നെ ഇല്ലല്ലോ. അത്തുഫിന്റെ വാവിന് വ എന്ന എനിക്ക് ജുസുക്കൾ തന്നെ ഇല്ല.
അപ്പൊ കുല്ല് വാവ് എന്നതിനെ സംബന്ധിച്ച് കുല്ല് എന്ന് പറയാൻ അതിന്റെ ജുസിന്റെ മേൽ മുസ്തമിലായ ഇസ്തിമാലി എന്ന് പറയണമെങ്കിൽ അതിന് എന്ത് വേണ്ടേ? അവിടെ ജുസുക്കൾ ഉണ്ടാകണ്ടേ? എന്നാലല്ലേ കുല്ല് അതിന്റെ ജുസുക്കളിന്റെ മേൽ മുസ്തമിലായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ഹർഫിന്റെ മേൽ വെക്കപ്പെട്ട അത്വിന്റെ വാവ് പോലത്തെ കുല്ല് അതിന്റെ അജ്സാന്റെ മേലുള്ള ചുറ്റലാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ കുല്ലും ജുസും ഒക്കെ വാവ് തന്നെയല്ലേ? അപ്പൊ ഒരു സാധനം അതിന്റെ നെസ്സിന്റെ മേൽ തന്നെ ചുറ്റി എന്ന് പറയണ്ടേ? അത് എങ്ങനെ ഇവിടെ കുല്ലതിന്റെ അജ്സാന്റെ മേൽ ചുറ്റിയത് എന്ന് പറയാ? കുല്ലതിന്റെ അജ്സാന്റെ മേൽ ചുറ്റിയെന്ന് പറയണമെങ്കിൽ ഇവിടെ ജുസുക്കൾ ഉണ്ടാവണ്ടേ? ജുസുക്കൾ ഇല്ലല്ലോ. അപ്പൊ ഒരു സാധനം അതിന്റെ നെസ്സിന്റെ മേൽ തന്നെ ചുറ്റി എന്നല്ലേ വരുന്നത്? അത് പാടില്ല എന്നുമാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ കുല്ലതിന്റെ അജ്സാന്റെ മേൽ ചുറ്റിയ ചുറ്റൽ എന്ന് പറയുക? കുല്ലതിന്റെ അജ്സാന്റെ മേലുള്ള ചുറ്റൽ എന്ന് പറയുകയാണെങ്കിൽ അത് ലാഹിറാകും എപ്പോൾ ലഫ്ള് 2 ഹർഫോ 3 ഹർഫോ ഉള്ളതാണ് എങ്കിൽ ലഫ്ള് അതിന്റെ ജുസുക്കളിന്റെ മേൽ ചുറ്റി എന്ന് നമുക്ക് പറയാം. പക്ഷേ ലഫ്ള് 1 ഹർഫ് മാത്രമാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കുല്ലതിന്റെ അജ്സാന്റെ മേലുള്ള ചുറ്റൽ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിന് സബ്ബാനൊക്കെ അവിടെ മറുപടി കൊടുത്ത് കാണാം. അത് എന്താണ്? ലഫ്ള് 2 ഹർഫുള്ള സ്ഥലത്താണ് കുല്ലയിന്റെ ജുസിന്റെ മേലുള്ള ഇസ്തിമാൽ എന്ന് പറഞ്ഞത്. അത്വിന്റെ വാവ് പോലെയുള്ള ഒരു ഹർഫാണ് ലഫ്ള് എങ്കിൽ അവിടുത്തെ ചുറ്റൽ കുല്ലതിന്റെ അജ്സാന്റെ മേലുള്ള ചുറ്റലല്ല, മറിച്ച് അതിന്റെ ഖാസിന്റെ മേലുള്ള ചുറ്റലാണ്. സൗത്ത് എന്നത് ശബ്ദം എന്നത് എന്താണല്ലോ? ആമാണല്ലോ. അത് 2 ഹർഫിന്റെ മേലോ 1 ഹർഫിന്റെ മേലോ 3 ഹർഫിന്റെ മേലോ ഒക്കെ പറയാൻ പറ്റുമല്ലോ ശബ്ദം എന്നത്. അപ്പൊ ശബ്ദം എന്ന ആമാണ്. അതിന്റെ ഖാസാണ് 1 ഹർഫിന്റെ മേലാവുക എന്ന ഖാസാണ്. അപ്പോ ഖാസിന്റെ മേൽ ചുറ്റിയ ചുറ്റലാണ് എന്ന് പറയണം, അവിടെ വെക്കണം. അല്ലെങ്കിൽ മുത്തലക്ക് മുഖയ്യദിന്റെ മേൽ ചുറ്റിയ ചുറ്റലാണ്. സൗത്ത് ശബ്ദം എന്നത് മുത്തലക്കാണ്. അതിനെ എന്ത് ചെയ്തു? മുഖയ്യതായ 1 ഹർഫിന്റെ മേലാവുക, അല്ലെ 2 ഹർഫിന്റെ മേലാവുക, അല്ലെ 3 ഹർഫിന്റെ മേലാവുക എന്ന് പറഞ്ഞ മുത്തലക്ക് മുഖയ്യദിന്റെ മേൽ ചുറ്റിയ ചുറ്റലാണെന്ന് വെക്കണം ലഫ്ള് 1 ഹർഫാകുമ്പോൾ എന്ന് അവിടെ ഹാസ്യക്കാരൊക്കെ വിശദീകരിച്ചതായി കാണാം. അപ്പോൾ ലഫ്ള് എന്ന് പറഞ്ഞാൽ സൗത്തുൻ മുസ്തമിലുൻ അലാ ബഅദിൽ ഉറൂഫി, ചില ഹർഫുകളുടെ മേൽ ചുറ്റിയതായ ശബ്ദമാണ് ലഫ്ള് എന്ന് പറഞ്ഞാൽ. ഹിജായിയായ ഹർഫുകളിൽ നിന്നുള്ള ചിലതിന്റെ മേൽ ചുറ്റിയതായ ശബ്ദത്തിലേക്കാണ് ലഫ്ള് എന്ന് പറയുന്നത്. ഔമ അല്ലെങ്കിൽ ഒന്നാകുന്നു. ഔമ എന്നത് അത്ഫ് ഏതിലേക്ക്? സൗത്തുൻ എന്നതിലേക്ക്. ഔമ അല്ലെങ്കിൽ ഒന്നാണ്. ഹുവ ആ ഒന്നാകുന്നത് ഫീ ഖുവ്വത്തിദാലിക, ബഅദുൽ ഉറൂഫിന്റെ മേൽ ചുറ്റിയതായ ശബ്ദത്തിന്റെ പവറിലാണ്, ഖുവ്വത്തിലാണ്. അങ്ങനത്തെ ഒന്നാകുന്നു ലഫ്ള് എന്ന് പറഞ്ഞാൽ. അപ്പോ ലഫ്ള് എന്നത് മുഹഖഖായ ലഫ്ളുണ്ട്, മുഖദ്ദറായ ലഫ്ളുമുണ്ട്. മുഹഖഖായ ലഫ്ളാണ് പറഞ്ഞത് ബഅദുൽ ഉറൂഫിന്റെ മേൽ ചുറ്റിയ ശബ്ദം എന്ന് പറഞ്ഞത്. മുഖദ്ദറായ ലഫ്ളാണ്, തഖ്ദീരിയായ ലഫ്ളാണ് ഏത്? ബഅദുൽ ഉറൂഫിന്റെ മേൽ മുസ്തമിലായ ശബ്ദത്തിന്റെ പവറിൽ ഖുവ്വത്തിലുള്ളത് ഉള്ള ഒന്ന് എന്ന് പറഞ്ഞത്. അതേതാണ് മുഖദ്ദറത്തായ ലഫ്ള് സൗത്ത് എന്ന് പറയുന്നത്? അതിനെ കൊണ്ട് മുഴിയൽ എന്തില്ല? മുഖദ്ദറത്തായ ലഫ്ള് എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് മുഴിയൽ മുംകിനല്ല. മാ ലാ യുംകിനു നുത്ഖു ബിഹി, അതുകൊണ്ട് മുഴിയൽ മുംകിനേ അല്ല. ഇതുപോലെ മുസ്തത്തിറായ ലമീർ പോലെ അല്ലാമ റളി പറഞ്ഞതുപോലെ ഫഇന്നൽ ലമീറൽ മുസ്തത്തിറ കമാ ഖാല ഉർ റളി ലം യുദഉ ലഹു ലഫ്ളുൻ ഹത്താ യുന്തഖ ബിഹി. സ്വബ്ബാൻ പറയുന്നു
അല്ലാമ റളി പറഞ്ഞതുപോലെ മുസ്തത്തിറായ ലമീറിനിക്കൊരു ലഫ്ളിനെ വെച്ചിട്ടില്ല, എന്നിട്ടല്ലേ അതിനെ മൊഴിയുക. എല്ലാ ഹാസ്യക്കാരും പറയുന്നുണ്ട് മുസ്തത്തിറായ ലമീറിനിക്കൊരു ലഫ്ളിനെ വെച്ചിട്ടില്ല. ലമീറിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞത്? ബഅ്ദുൽ ഉറൂഫിന്റെ മേൽ മുസ്തമിലായ ശബ്ദമാണ് ലഫ്ള് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ പവറിലുള്ള ഒന്നാണ്. അതേതായി മുഖദ്ദറത്തായ ലഫ്ളാണ് ഏത്? മുസ്തത്തിറായ ലമീർ. മുസ്തത്തിറായ ലമീറിന് വേണ്ടി ഒരു ലഫ്ളിനെ വെക്കപ്പെട്ടിട്ടില്ല, മറിച്ച് അവർ അതിനെ തൊട്ട് മുൻഫസിലായ ലമീറിനെ, മുസ്തത്തിറായ ലമീർ മുത്തസിലായ ലമീറാണല്ലോ, മുത്തസിലായ ലമീറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ സ്വന്തമായി മൊഴിയാൻ, ഒറ്റക്കൈനെ മൊഴിയാൻ സാധ്യമാവുകയില്ല. കലാമിന്റെ തുടക്കത്തിൽ ഇത് വരികയുമില്ല മുത്തസിലായ ലമീർ. ഇല്ലാനോട് ചേർന്നും വരില്ല എന്ന് പറയുന്നുണ്ടല്ലോ മുത്തസിലായ ലമീർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അക്കൂമു എന്നതിലെ ലമീർ അന എന്ന് നമ്മൾ പറയുന്ന ലമീർ, അന എന്നത് അതിന്റെ ഉള്ളിൽ മറഞ്ഞു കിടപ്പുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. കാരണം മുസ്തത്തിറായ ലമീറിനിക്കൊരു ലഫ്ളിനെ വെച്ചിട്ടില്ല. മുസ്തത്തിറായ ലമീർ മുത്തസിലായ ലമീറാണ്. മുത്തസിലായ ലമീർ എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് മൊഴിയാൻ സാധ്യമാവുകയില്ല, കലാമിന്റെ തുടക്കത്തിൽ ഇത് വരികയില്ല, ഇല്ലാനോട് അത് അടുത്തും വരികയില്ല. അപ്പൊ പിന്നെ അതിലുള്ള ലമീർ അന എന്ന് പറയുന്നത് മുത്തസിലായ ലമീർ അല്ല, മുൻഫസിലായ ലമീറാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി മുൻഫസിലായ ലമീറിനെ വായ്പ വാങ്ങിയിട്ട് ഇബാറത്തിടുകയാണ് അക്കൂമു എന്നതിലെ ലമീർ അന എന്ന്, അല്ലാതെ അതിന്റെ ഉള്ളിൽ അന എന്ന ലമീർ ഇല്ല. അതുകൊണ്ട് അതിനെ മുഴിയാൻ സാധ്യമല്ല. അതുകൊണ്ട് അന എന്നതിനെ സംബന്ധിച്ച് പറയുന്നത്, അതിലെ അക്കൂമു എന്നതിലെ മറഞ്ഞു കിടക്കുന്ന ലമീറിനെ സംബന്ധിച്ച് പറയുന്നത് മുഖദ്ദറായ ലഫ്ളാണത്. വന്നത് ലഫ്ളിനിക്ക് മുഹഖഖത്തായ അഫ്റാദുകളുണ്ട്. അതാണ് ബഅ്ദുൽ ഉറൂഫിന്റെ മേൽ ചുറ്റിയതായ സൗത്ത്, ലഫ്ള് ഒക്കെ ബിനാ സൈദ് ഒക്കെ പോലെ മുഖദ്ദറത്തായ അഫ്റാദുകളുണ്ട്. അതേതാ? അതിനെ കൊണ്ട് മൊഴിയൽ വയ്യ മാലായുങ്കിൻ നുത്ഖു ബി ആഖിലൻ, അതിനെ കൊണ്ട് മൊഴിയൽ മുംകിനല്ല. അതേതാ? വയ്യ അല്ലമാഇറുൽ മുസ്തതിറത്തു, മറിഞ്ഞു കിടക്കുന്ന ലമീർ. ഇത് ലം യൂദഇൽ ആൽഫാദുന്നതായുൻദ ബിആ. ഖുദരി പറയുന്നു അതിനെ മൊഴിയാൻ ലഫ്ള് വെച്ചിട്ടില്ല. സ്വബ്ബാനും പറയുന്നു മുസ്തതിറായ ലമീർ അങ്ങനെ ഒന്ന് പടച്ചിട്ടില്ലല്ല. വൈനമാ അബ്റുവൻ ആയനത്തൊട്ട് ഇബാറത്തിടുന്നത് ബിസ്തിആറത്തിൽ ലഫ്ളുൽ മുൻഫസിലി, മുൻഫസിലായ ലമീറിനെ വായ്പ വാങ്ങിയിട്ടാണ്. തസ്വീറൻ ലിമാന വതദ്രീബൻ ലിൽ മുതഅല്ലിമി, മുതഅല്ലിമിനെ പഠിപ്പിക്കാൻ വേണ്ടി മറ്റേ മായനയെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടും മുൻഫസിലായ ലമീറിനെ, അക്കൂമു എന്നതിലെ ലമീർ അന എന്ന് പറയുന്നത് മുൻഫസിലായ ലമീറാണ്. അക്കൂമയിൽ മറഞ്ഞു കിടക്കുന്ന മുസ്തതിറായ ലമീർ മുത്തസിലായ ലമീറുമാണ്. അപ്പൊ അതിലെ മറഞ്ഞു കിടക്കുന്ന ലമീർ അനയാണെന്ന് പറയുന്നത് അവിടുള്ള മായനയെ രൂപപ്പെടുത്താൻ വേണ്ടി മുതഅല്ലിമീങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലാതെ അതിന്റെ ഉള്ളിൽ അന മറഞ്ഞു കിടക്കുന്നില്ല. കാരണം അവിടെ മറഞ്ഞു കിടക്കുന്ന ലമീർ മുത്തസിലായ ലമീറാണ്, അന എന്നൊരു മുൻഫസിലായ ലമീറാണ്. അപ്പോൾ പിന്നെ ഈ മുസ്തതിറായ ലമീറിനെ ഓരിയാക്കുന്നുണ്ടല്ലോ. അമ്മാ തഖ്സിമു ആയിലാ മുസ്തതിരിൻ വുജൂബൻ വജവാസൻ, നിർബന്ധമായിട്ടും മറഞ്ഞു കിടക്കുന്നതെന്നും ജവാസൻ നിലക്ക് മറഞ്ഞു കിടക്കുന്നതെന്നും പറയുന്നുണ്ടല്ലോ. പാക്കൂമു എന്നതിലെ ലമീർ വുജൂബൻ നിലക്ക് മറഞ്ഞു കിടക്കുന്നതാണ്. യഫ്അലു എന്നതിലെ ലമീർ എന്താണ്? ജവാസൻ നിലക്ക് മറഞ്ഞു കിടക്കുന്നതാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിലെ ലമീർ മറഞ്ഞു കിടക്കുന്ന ജവാസൻ നിലക്കാണ്. അപ്പൊ എന്ത് ചെയ്യാ? അതിന്റെ ലമീർ വെളിവാവുകയും ചെയ്യാം. മറഞ്ഞു കിടക്കൽ ജായിസേ ഉള്ളൂ, മറ്റിടത്ത് വുജൂബാണ്. ഇവിടെ എന്താണ്? മറഞ്ഞു കിടക്കൽ അനുവദനീയമാണ്. അപ്പൊ വെളിവാവാം എന്നല്ലേ അതിന്റെ അർത്ഥം. ആ തഖ്സീമാകൽ വൈന്നമായ തഫ്രീഖത്തുൻ ഇസ്തിലാഹിയത്തുൻ, ഒരു ഇസ്തിലാഹിയായ വ്യത്യാസം പറയൽ മാത്രമാണ്. വലാ മസാഹത്ത ബിൽ ഇസ്തിലാഹി, ആർക്കും ഇസ്തിലാഹ് നിശ്ചയിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഖുദരി രേഖപ്പെടുത്തുന്നു. അവിടെ എന്താണ്? മറയൽ നിർബന്ധമാണ് എന്ന് അക്കൂമു എന്നതിൽ പറഞ്ഞതിന്റെയും മറ്റിടത്ത് മറയൽ അനുവദനീയമേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ മറയാതെ കണ്ട് വേറെ ആ ലമീറിനെ വെളിവാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന അർത്ഥത്തിലല്ല.
അതിന്റെ സ്ഥാനത്ത് മുസ്തതിറായ ലമീറിന്റെ സ്ഥാനത്ത് ലാഹിറായ ഇസ്മു വരാം എന്ന അർത്ഥത്തിനാണ് പറയുന്നത്. അവിടെ ലമീർ മുസ്തതിറായി പറഞ്ഞ ലമീർ ജവാസ് നിലക്കാണ് എന്ന് പറഞ്ഞത്, അല്ലാതെ ലമീറിനെ വെളിവാക്കി കൊണ്ടുവരൽ അനുവദനീയമാണെന്ന നിലക്ക് പറഞ്ഞതല്ല. വെളിവാക്കി വേണമെങ്കിൽ ലാഹിറായ ഇസ്മു വരാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിലക്ക് മറഞ്ഞതായ ലമീർ എന്ന് പറയുന്ന ലത്താക്കൂമൂലേക്ക് ലമീ, അതിന്റെ അർത്ഥം എന്താണ്? ആ ലമീർ അവിടെ മറയൽ നിർബന്ധമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ലമീറിന് പകരമായിട്ട് ലാഹിറായ ഇസ്മു ഫായിലായി വരാൻ പറ്റില്ല എന്നാണ്. അല്ലാതെ അതിന്റെ ഓപ്പോസിറ്റിൽ പറയുമ്പോ ജവാസ് നിലക്ക് മറഞ്ഞ ലമീർ എന്ന് പറയുമ്പോ അവിടെ മറയൽ ജവാസ് നിലക്കേ ഉള്ളൂ, അപ്പൊ ഇനി ആ ലമീർ തന്നെ വെളിവാകാം എന്ന അർത്ഥത്തിലേക്ക് അല്ല പറഞ്ഞു വന്നത്. ഏതുപോലെ കല്ലമീരി ബി അക്കൂമു, അക്കൂമൂലുള്ള ലമീർ പോലെ. അക്കൂമു എന്നതിലുള്ളതായ ലമീർ എന്താണ്? ബാദുൽ റൂബിന്റെ മേൽ ചുറ്റിയതായ ഒരു ശബ്ദം, ആ ശബ്ദത്തിന്റെ പവറിലുള്ള ഒന്നാണ്. നേരെ അതിനിക്ക് ലഫ്ള് വെച്ചിട്ടില്ല, അക്കൂമു എന്നൊരു ലഫ്ള് എന്തെങ്കിലും വള ചെയ്തിട്ടില്ല. പിന്നെ അതിന്റെ സ്ഥാനത്തുള്ള ഒന്നാണ് ഏത്? അർത്ഥം ജനിപ്പിക്കുന്ന വിഷയത്തിൽ ഫായിലാവുക, നായിബ് ഫായിലാവുക, മുഅക്കദാകുക, മഅ്തൂബുൻ അലൈഹിയാവുക എന്ന വിഷയത്തിലേക്ക് ബഅദുൽ റൂബിന്റെ മേൽ ചുറ്റിയതായ ഒരു ശബ്ദത്തിന്റെ പവറിലുള്ള ഒന്നാണ് അത് എന്നാണ് പറയുന്നത്. വഖറജ പുറത്തുപോയി, ബിൽ ലഫ്ളി ലഫ്ള് കൊണ്ട് പുറത്തുപോയി, അൽ ഇശാറത്തു ഇശാറത്ത് പുറത്തുപോയി. ലഫ്ള് കൊണ്ട് ഇശാറത്ത് പുറത്തുപോയി. ലഫ്ള് എന്നത് ജിൻസാണ്. ജിൻസ് കൊണ്ട് എങ്ങനെ പുറപ്പെടുവിക്കുക? ജിൻസിന്റെ ഷെയ്ന് എന്തല്ലേ? ഇദ്ഖാലല്ലേ. ജിൻസ് പറയുന്നത് മുഅറഫിന്റെ വർഗത്തിൽ പെട്ടതും അതല്ലാത്തതിനെ എല്ലാത്തിനെയും കൂടെ ഷാമിലാക്കാൻ വേണ്ടിയാണ് ജിൻസ് പറയുന്നത്. അപ്പൊ ജിൻസിന്റെ ഷെയ്ന് രീതി ഇദ്ഖാലാണ്, അഗ്യാറുകളെ മറ്റുള്ളതിനെയൊക്കെ പ്രവേശിപ്പിക്കലാണ്. അപ്പൊ പിന്നെങ്ങനെ ജിൻസ് കൊണ്ട് പുറപ്പെടുവിക്കുക? അതൊന്നുകിൽ ജിൻസ് കൊണ്ട് എന്ത് ചെയ്തു? പുറപ്പെട്ടു എന്ന് ലഫ്ള് കൊണ്ട്, ലഫ്ളാകുന്ന ജിൻസ് കൊണ്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞത് ആ ജിൻസ് എന്തായതുകൊണ്ടാണ്? അവിടുള്ള ജിൻസിന്റെയും ഫസലിന്റെയും ഇടയിൽ ഉമൂമു ഖുസൂസ് മിൻവജ്ഹി നിസ്ബയായപ്പോൾ ലഫ്ള് എന്ന ജിൻസ് ഖുസൂസിന്റെ ജിഹത്തിലൂടെ ഫസലാകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ജിൻസ് കൊണ്ട് പുറപ്പെടുവിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ അവിടെ ലഫ്ള് കൊണ്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലഫ്ള് കൊണ്ട് പുറപ്പെടുവിക്കൽ ഉദ്ദേശമല്ല, ജിൻസിന്റെ ഉദ്ദേശം ഇദ്ഖാലാണ്, മറ്റുള്ള അഗയാറുകളെ കടത്തലാണ്, പ്രവേശിപ്പിക്കലാണ്. പക്ഷേ അവിടെ ലഫ്ള് കൊണ്ട് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ലഫ്ള് കൊണ്ട് പുറപ്പെടുവിക്കലല്ല അവിടെ ഉദ്ദേശം. അവിടെ ബില്ലഫ്ളി എന്നതിലെ ബാ അന്നിന്റെ മാനക്കാണ്. ആ ലഫ്ളിനെ തൊട്ട് പുറത്തുപോയി. ആ ലഫ്ള് എന്ന് പറഞ്ഞത് എന്ത് ചെയ്യുന്നില്ല? ഉൾക്കൊള്ളിക്കുന്നില്ല. അതല്ലാത്ത മറ്റൊന്നിനെ ആ ലഫ്ളിന്ന് തന്നെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. അല്ലാതെ ജിൻസ് വെച്ചിട്ട് പുറത്താക്കുന്നു എന്നല്ല പറഞ്ഞ ആള്. മറിച്ച് ആ ലഫ്ള് ഉൾക്കൊള്ളിക്കാത്ത ഒന്ന് ആ ലഫ്ള് കൊണ്ട് എന്ത് ചെയ്യുന്നു? പുറത്തു പോകുന്നു. അപ്പൊ ലഫ്ളിനെ തൊട്ട് പുറത്തുപോയി, അല്ല ലഫ്ള് കൊണ്ട് പുറപ്പെടുവിച്ചു എന്നല്ല. ബാ അന്നിന്റെ മാനക്ക് ലഫ്ളിനെ തൊട്ട് പുറത്തുപോയി. എന്ത്? ആ ലഫ്ള് എന്നത് ഉൾക്കൊള്ളിക്കാത്ത കാര്യങ്ങൾ പുറത്തുപോയി. അതേതാ? അൽ ഇശാറത്തു ഇശാറത്ത് പുറത്തുപോയി. കൊണ്ട് എന്ത് പുറത്തുപോയി? ഇശാറത്ത് പുറത്തുപോയി എന്നാണ് പറയുന്നത്. ലഫ്ള് അതിനെ ഉൾക്കൊള്ളിക്കുന്നില്ല, അങ്ങനത്തെ ഒന്ന് പുറത്തുപോയി. എന്താണ് അതിനെ പുറത്തുപോയി എന്ന വർത്തമാനം പറയാനുള്ള കാരണം? ഭാഷാപരമായിട്ട് കലാമ് എന്ന പ്രയോഗം ഈ ദവാലുകൾക്കും പറയപ്പെടുന്നുണ്ട്. ഉസ്മൂനി പറയുന്നു വഖറജ ബിൽ ലഫ്ളി വയറു മിനദ് ദവാലി മിമ്മാ യുത്ലഖു അലൈഹി ഫിൽ ലുഗത്തി കലാമുൻ. ഭാഷാപരമായി കലാം എന്ന് പറയപ്പെടുന്ന ദവാല്. അപ്പൊ ഭാഷാപരമായി ഇതിനും കലാം എന്ന് പറയലുണ്ട്. അതുകൊണ്ടാണ് ഇത് പുറപ്പെട്ടു എന്ന വർത്തമാനം പറയാനുള്ള കാരണം. അല്ലെങ്കിൽ ഇശാറത്ത് ലഫ്ളിൽപ്പെട്ടത് തന്നെ അല്ലല്ലോ.
അപ്പൊ ഇഷാറത്ത് പുറത്തുപോയി. ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ കൈകൊണ്ടോ തല കൊണ്ടോ ഒക്കെ ആംഗ്യം കാണിക്കൽ. കൈകൊണ്ടോ തല കൊണ്ടോ ഒക്കെ ആംഗ്യം കാണിക്കൽ. അപ്പം ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ തല കൊണ്ടാക്കി. ആ തല എന്ത്? ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് ഇതിന്റെ മേൽ അറിയിക്കുന്നു. ആ തല അനക്കൽ. അപ്പൊ ഇതേപോലെ തല കൊണ്ടോ കൈ കൊണ്ടോ ആംഗ്യം കാണിക്കൽ, ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് ഇതിന്റെ മേൽ അറിയിക്കുന്നു. നീ എന്റെ കൂടെ വരുന്നോന്ന് ചോദിച്ചപ്പോ കൈ കൊണ്ട് വരുന്നില്ല എന്ന് ആംഗ്യം കാണിച്ചു. അപ്പൊ അത് വരുന്നില്ല എന്ന് ഇതിന്റെ മേൽ അറിയിക്കുന്നു. അതൊക്കെ പുറത്തുപോയി. അതെല്ലാം ചില ആശയങ്ങളുടെ മേൽ അറിയിക്കുന്നുണ്ട് ആ ആംഗ്യങ്ങൾ. പക്ഷേ ബഅദുൽ ഉറൂഫിന്റെ മേൽ ചുറ്റിയ സൗത്തല്ലത്. അതുകൊണ്ട് അത് ലഫ്ള് എന്നതുകൊണ്ട് ഇഷാറത്ത് പുറത്തുപോയി. അപ്പൊ ഇഷാറത്ത് ഒരു മുഫീദാണ്, പൂർണ്ണമായ ഒരു മഅനയുടെ മേൽ അറിയിക്കുന്നുണ്ട് ഇഷാറത്തെങ്കിലും അതിന് കലാമ് എന്ന് പറയില്ല നഹ്വിന്റെ ഇസ്തിലാഹിൽ. വന്നസ്ബു എന്നിടത്ത് നുസബ് എന്നും വായിക്കാം. നുസബ്, നുസ്ബത്തുൻ ജമ്മു നുസബ്, നാട്ടകൽ, നാട്ടക്കുറികൾ. അപ്പൊ നാട്ടപ്പെട്ട അടയാളങ്ങൾ, നുസ്ബത്തുൻ അടയാളം, നാട്ടപ്പെട്ടൊരു അടയാളം, നുസബുൻ നാട്ടപ്പെട്ട അടയാളങ്ങൾ, നാട്ടകൽ എന്ന് ബഹുവചനമാക്കിയും വായിക്കാം. പക്ഷേ ശേഷം വരുന്ന അൽ ഇസാറത്തു, അതിന്റെ ശേഷം വൽ ഖത്തു എന്നൊക്കെ മുഫ്രദ് വരുന്നത് കൊണ്ട് ഇബാറത്തിൽ ലാഹിർ എന്താണ്? വൻ നസ്ബു എന്ന് വായിക്കലാണ് മുഫ്രദായിട്ട്. കാരണം ഇവിടെ ബഹുവചനം വൻ നുസബു എന്നായിരുന്നുവെങ്കിൽ ശേഷം വരുന്ന ഇബാറത്തിന്റെ ലാഹിർ വൽ ഉഖദു വൽ ഖുതൂതു എന്ന് വായിക്കലായിരുന്നു, വരലായിരുന്നു. ഖുതൂത്ത് എന്ന് ബഹുവചനമാക്കാതിരിക്കുമ്പോ അവിടുള്ള നേരെ ലാഹിർ എന്താണ്? വൻ നസ്ബു എന്ന് വായിക്കലാണ്. അപ്പം നസ്ബും പുറത്തുപോയി, അതിന് കലാമ് എന്ന് പറയില്ല. അതൊരു മുഫീദായ മഅനയുടെ മേൽ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും. വൻ നസ്ബു, നസ്ബും പുറത്തുപോയി, നാട്ടപ്പെട്ട അടയാളം. അൽ അലമുൽ മൻസൂബ് എന്ന മാനക്ക് വൻ നസ്ബു, നസബ എന്നതിന്റെ മസ്ദറായിട്ട് വൻ നസ്ബു, ഇസ്മഫ്ഊലിന്റെ മാനക്കായിട്ട് നാട്ടപ്പെട്ടത്. അപ്പൊ നാട്ടപ്പെട്ട അടയാളവും പുറത്തുപോയി. നാട്ടപ്പെട്ട അടയാളം എന്ത് ചെയ്യുന്നുണ്ട്? അത് ചില മഅനകളുടെ മേൽ അറിയിക്കുന്നുണ്ട്. ഒരാളുടെ ഭൂമിക്ക് അല്ലെങ്കിൽ തോട്ടത്തിന് അതിർത്തിയിൽ കല്ലുകൾ, നാട്ടപ്പെട്ട കല്ല്, ഇതിവിടം വരെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം എന്നതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഖബർസ്ഥാനിൽ ഖബറിന്റെ മേലെ നാട്ടപ്പെട്ട കല്ല്, ഇവിടം മുതൽക്ക് ഇവിടം വരെയാണ് ഈ ഖബർ എന്നതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഇതിന്റെ തലഭാഗമാണിത്, മറ്റത് കാൽഭാഗമാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നു. അതേപോലെ തന്നെ നാട്ടപ്പെട്ടതായ അടയാളത്തിൽപ്പെട്ടതാണ് ക്ലോക്കിന്റെ സൂചി. ക്ലോക്കിന്റെ സൂചി അത് ഇന്ന അക്കത്തുമേൽ വന്നു നിൽക്കുമ്പോൾ ആ ക്ലോക്കിന്റെ സൂചി അറിയിക്കുന്നുണ്ട് സമയം ഇത്രയായി എന്നതിന്റെ മേൽ. ഇതൊക്കെ നാട്ടപ്പെട്ടതായ നാട്ടപ്പെട്ട അടയാളമാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊരു അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇത് ലഫ്ളല്ല, ബഅദുൽ ഉറൂഫിന്റെ മേൽ ചുറ്റിയതല്ല. അതുകൊണ്ട് അതും പുറത്തുപോയി, നാട്ടപ്പെട്ട അടയാളവും പുറത്തുപോയി. അതിനിക്ക് കലാമ് എന്ന് പറയില്ല. നസ്ബു എന്ന് വായിക്കലാണ് ലാഹിർ. ഇനി നുസബു എന്നും വായിക്കാം. പക്ഷേ ജംഅ് ആക്കുമ്പോ സ്വാദിന് ലമ്മു കൊണ്ട് നുസുബു എന്ന് വായിക്കാൻ പാടില്ല എന്ന് ഖുദരി പറയുന്നുണ്ട്. കാരണം നുസുബ് എന്ന് പറഞ്ഞാൽ, നുസുബ് എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അതല്ല ഇവിടെ ഉദ്ദേശം. നുസബ്, നുസ്ബത്തുൻ ജമ്മു നുസബ് പറ്റും. നുസുബ് സ്വാദിന് ലമ്മു കൊണ്ട് ജമ്മാക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം വിഗ്രഹങ്ങൾ എന്നാണ് എന്ന് ഖുദരി അവിടെ പറയുന്നുണ്ട്. അമ്മൻ നുസുബു ബിളമ്മതൈനി ഫൽ അസ്നാം, അതല്ല ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്. വൽ അഖ്ദു, കെട്ടുകൾ. വൽ അഖ്ദു, കെട്ടും.
കെട്ടുകൽ എന്നല്ല, കെട്ടും മുഫ്രദായിട്ട് വെക്കാം, അഖ്ദ് മസ്തറായിട്ട്. വിരലുകൾ കൊണ്ട് ഇങ്ങനെ കെട്ടുക, എണ്ണുന്ന സമയത്തിൽ 1 2 3 എന്നിടത്ത് വിരലുകൾ കൊണ്ട് കെട്ടുക, അല്ലെങ്കിൽ ഒരു നൂലിൽ കെട്ടിടുക. ഈ കെട്ടൊക്കെ ഒരു എണ്ണത്തിന്റെ മേലറിയിക്കുന്നു. അപ്പൊ ആ കെട്ടും എന്താണ്, ഇത് 10 ആകുന്നു. കൈവിരലുകൾ 10 എണ്ണം കെട്ടിയാൽ എന്തായി, 10, ഇത് 10 ആകുന്നു എന്നതിന് മേലറിയിക്കുന്നു, 10 എണ്ണമാകുന്നു എന്നതിന്റെ മേലറിയിക്കുന്നു. അതൊക്കെ ഒരു മഅനയുടെ മേൽ, ഒരു ആശയത്തിന്റെ മേലറിയിക്കുന്നുണ്ട്. പക്ഷേ ബഅദുൽ ഉറൂഫിന്റെ മേൽ ചുറ്റിയ ശബ്ദമല്ലാത്തത് കൊണ്ട് അത് ലഫ്ളല്ല. അതേപോലെ തന്നെ വൽ ഖത്തു, എഴുത്ത് അതൊരു ആശയത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. സെയ്ദുൻ ഖായിമുൻ എന്ന് പറയുന്ന എഴുത്ത് അതറിയിച്ചു സെയ്ദ് നിൽക്കുന്നവനാണ് എന്ന മഅനയുടെ മേൽ, മദ്ലൂലിന്റെ മേൽ അറിയിച്ചു. അതറിയിച്ചത് ശബ്ദം കൊണ്ടല്ല, ആ ലഫ്ള് അറിയിച്ചു തന്നതാണ്. ആ എഴുത്ത് എന്ത് ചെയ്ത് അറിയിച്ചു തന്നതാണ്. അപ്പൊ എഴുത്ത് ആ അർത്ഥത്തിന്റെ മേൽ അറിയിച്ചു തന്നു. പക്ഷേ ആ അറിയിച്ചത് എന്തുകൊണ്ടല്ല, ബഅദുൽ ഉറൂഫിന്റെ മേൽ ചുറ്റിയതായ ശബ്ദമല്ല. അതുകൊണ്ട് ഖത്തിനിക്കും ലഫ്ള് എന്ന് പറയില്ല, ലഫ്ളിനെ തൊട്ടത് പുറത്തുപോയി. എന്നാ ഭാഷാപരമായിട്ട് ഈ 4 എണ്ണത്തിനും കലാം എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ബഅദുൽ ഉറൂഫിന്റെ മേൽ ചുറ്റിയതല്ലാത്തത് കൊണ്ട് കലാമിന്റെ നിർവചനത്തിൽ നിന്ന് ലഫ്ള് എന്ന ജിൻസ് പറഞ്ഞതുകൊണ്ട് പുറത്തുപോയി. കലാമുനാ ലഫ്ളും മുഫീദുൻ കസ്തഖിം വസ്മുൻ വഫിഅലുൻ സുമ്മ അർഫുനിൽ കലിം. കലാമുന, നമ്മളുടെ അടുക്കൽ, നഹ്വിന്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ കലാമു എന്ന് പറഞ്ഞാൽ ലഫ്ളുൻ, അതൊരു ലഫ്ളാകുന്നു. എങ്ങനത്തെ ലഫ്ളാണ്? മുഫീദുൻ, മുഫീദായ ലഫ്ള്. മുഫീദായ ലഫ്ള് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫായിദത്ത് യഹ്സുനു സുകൂത്തു അലൈഹയായ ഫായിദേനെ ഫലം ചെയ്യുന്നതായ ലഫ്ളാകുന്നു. അതായത് മുഫീദുൻ ഫായിദത്തൻ, ഒരു ഫായിദേനെ ഫായിദ ചെയ്യുന്നതായ. ശാരി മുഫീദുൻ എന്ന് ശാരി പറഞ്ഞത് എന്തല്ല, ശാരി മുഫീദിൽ നിന്ന് കൂട്ടിക്കൊടുത്തത് നഹ്വിന്റെ ഉലമാഇന്റെ ഉറുഫിൽ മുഫീദുൻ എന്ന് പറയുകയാണ് എങ്കിൽ അതെന്തിനെ സംബന്ധിച്ചതാണ്? ഫായിദത്ത് യഹ്സുനു സുകൂത്തു അലൈഹയായ ഫായിദേനെ ഫായിദ ചെയ്യുന്നതിനിക്കാണ് പറയുക. അപ്പൊ നഹ്വിന്റെ ഉലമാഇന്റെ ഉറുഫിൽ മുഫീദ് നീ എന്തിനാണ് പറയുക? അതിനെ ബയാൻ ചെയ്തതാണ്, അല്ലാതെ മത്തിനില്ലാത്തൊരു സായിദയായൊരു ഖൈദിനെ കൂട്ടിക്കൊടുത്തതല്ല. അങ്ങനെ കൂട്ടിക്കൊടുത്തതാണ് എങ്കിൽ തഹരീഫ്, മുസന്നിഫിന്റെ തഹരീഫ് മാനി അല്ല എന്ന് പറയേണ്ടി വരും. മുഫീദ് എന്നതിന്റെ അർത്ഥം വെറും എന്തെങ്കിലും ഒരു ഫായിദനെ ചെയ്യിക്കുന്നത് എന്നാണ് എങ്കിൽ അപ്പൊ മുസന്നിഫിൻ്റെതായ കലാമി എന്തല്ല, മാനി അല്ല, കലാമല്ലാത്തതും അതിൽ കടന്നുവരും. അതിനെ തൊട്ട് തടുക്കുന്ന മാനി ആയില്ല എന്ന് പറയേണ്ടി വരും. കസ്തത്തിം എന്നത് എന്താക്കുമ്പോൾ താരീഫിന്റെ തത്തിമ്മത്തല്ലാതെ നമ്മൾ പറഞ്ഞൊരു താരീഫ് പറഞ്ഞതിന്റെ ശേഷം മിസാല് കൊണ്ടുവന്നാൽ അതിന്റെ നേരെ ലാഇർ കാഫിന്റെ ശേഷമുള്ളത് മിസാലാവലാണ്. താരീഫിന്റെ തത്തിമ്മത്തിൽപ്പെട്ടതാവാതിരിക്കലാണ്. ആ ലാഇർ അനുസരിച്ച് വെക്കുമ്പോ മുഫീദുൻ എന്ന എനിക്ക് വെറുമൊരു ഫായിദനെ ഉണ്ടാക്കുന്നത് എന്നർത്ഥവും കൊടുത്താൽ മുസന്നിഫിൻ്റെതായ തഅരീഫ് എന്തെല്ലാം മാനി അല്ല, കലാമല്ലാത്തതിനെയും അത് ഉൾക്കൊള്ളിക്കുന്നതാകും, കലാമല്ലാത്തതിനെ വിലങ്ങുന്നതാവുകയില്ല എന്ന പ്രശ്നം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, ഇല്ലാത്തൊരു കൈദിനെ ശാരിഹ് കൂട്ടിക്കൊടുത്തതല്ല, മറിച്ച് ശാരിഹ് എന്താണ് നഹ്വിന്റെ ഉലമാഇന്റെ ഉറുഫിൽ മുഫീദ് എന്ന് പറയുന്നത് എന്തിനാണ്?
ഫായിദത്ത് യഹ്സുനു സുകൂത്ത് അലൈഹിയായ ഫായിദയെ ഫായിദയിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് എന്നു നഹ്വിന്റെ ഉലമാഇന്റെ ഉറുഫിൽ മുഫീദ് എന്ന് പറയുന്നത് എന്താണോ അതിനെ ബയാൻ ചെയ്തതാണ്. അല്ലാതെ ഇല്ലാത്തൊരു കൈത് കൂട്ടിക്കൊടുത്തതല്ല, മത്തിനില്ലാത്തൊരു കൈതിനെ കൂട്ടിക്കൊടുത്തതല്ല. ഫായിദ ചെയ്യിക്കുന്ന ലഫ്ളാകുന്നു ഫായിദത്തിനൊരു ഫായിദേനെ മുഫീദിന്റെ മഫ്ഊലായിട്ട് ഫായിദത്തിനൊരു ഫായിദേനെ അല്ലെ ഫായിദത്തിനൊരു ഫായിദ ചെയ്യൽ എന്ന ഇഫാദത്തിന്റെ മാനക്കാകുമ്പോ മുഫീദിൻ എന്നതിന്റെ മഫ്ഊല് മുത്തലക്കുമാവാം ഫായിദത്തൻ. ഇപ്പൊ ഫായിദത്തിനൊരു ഫായിദേനെ ഫായിദയിക്കുന്നതായ എന്താണ് ഈ ഫായിദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഫായിദയുടെ മേലായിട്ട് മിണ്ടാതിരിക്കൽ നന്നാകും. അങ്ങനത്തതായ ഒരു ഫായിദേനെ ഫായിദയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫായിദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹ്കൂമും ബിയുടെയും മഹ്കൂമുൻ അലൈഹിന്റെയും ഇടയിലുള്ളതായ നിസ്ബ, ഈജാബിയോ സൽബിയോ ആയതായ നിസ്ബ, അതാണ് ഇവിടുത്തെ ഫായിദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹ്കൂമും ബിഇ മഹ്കൂമുൻ അലൈഹിക്ക് സാബിത്താണ് അല്ലെങ്കിൽ സാബിത്തല്ല എന്ന് പറയുന്ന ഈജാബിയോ സൽബിയോ ആയ നിസ്ബ, അതാണ് ഇവിടെ ഫായിദ കൊണ്ട് ഉദ്ദേശിക്കുന്ന. ഒരു ഫായിദേനെ ഫായിദ ചെയ്യുന്നതായ ലഫ്ളാകുന്നു. ഫായിദയാണ് യഹ്സുനു സുകൂത്തു. യഹ്സുനു സുകൂത്തു അവിടെ മിണ്ടാതിരിക്കൽ നന്നാകും. അലി ആ ഫായിദയുടെ മേലായിട്ട് മിണ്ടാതിരിക്കൽ നന്നാവും. മിണ്ടാതിരിക്കൽ എന്നത് ആരെയാണ്? മുത്തക്കല്ലിമാണ് അവിടുത്തെ ഫായില്. അവിടുത്തെ സുക്കൂത്തിന്റെ ഫായില് ആരാണ്? മുത്തക്കല്ലിമാണ്. സംസാരിക്കുന്ന ആള് മിണ്ടാതിരിക്കൽ നന്നാകും എന്നാണ്. പിന്നെന്തല്ല, കേൾക്കുന്ന മുഖാത്തബ് മിണ്ടാതിരിക്കൽ നന്നാകും എന്നും പറയുന്നുണ്ട് ചിലർ. അപ്പൊ അതനുസരിച്ച് വെക്കുമ്പോ കേൾക്കുന്ന ആള് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, കേൾക്കുന്ന ആള് അതിന്റെ മേൽ മിണ്ടാതിരിക്കൽ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾ അതിന്റെ മേൽ അടങ്ങൽ, ഇനി ഒന്നിനെ പ്രതീക്ഷിക്കാതിരിക്കൽ നന്നാകും എന്നാകും അതിന്റെ അർത്ഥം. നേരെ ലാഹിറു സുബ്ഹാനക പറഞ്ഞ പ്രബലമായ അഭിപ്രായം വൽ മുറാദ് ബിസുകൂത്തി സുകൂത്തുൽ മുത്തക്കല്ലിമി അലൽ അസ്ഈ, പ്രബലമായ അഭിപ്രായ പ്രകാരം സുക്കൂത്ത് കൊണ്ടുള്ള മുറാദ് മുത്തക്കല്ലിമിന്റെ സുക്കൂത്താണ്. സുബ്ഹാൻ പറയുന്നുണ്ട്. അവിടെ തസ്രീഹിലും പറയുന്നു മിനൽ മുത്തക്കല്ലിമി ഹുവ അഹദു അഖ്വാലിൻ സലാസതി, 3 കോലിൽ നിന്നുള്ള ഒന്നാണ് മുത്തക്കല്ലിമു എന്ന് പറഞ്ഞു. മുത്തക്കല്ലിമിന്റെ സുക്കൂത്താണെന്ന്. വറുജ്ജിഅ ബി അന്ന സുക്കൂത്ത് ഇലാ മുത്തക്കല്ലിമി, സുക്കൂത്ത് എന്ന് മിണ്ടാതിരിക്കുന്നതിന്റെ എതിരല്ലേ. ഫകമാ അന്നൽ മുത്തക്കല്ലിമ സിഫത്തുൽ കമാ അന്ന തകല്ലുമ സിഫത്തുൽ മുത്തക്കല്ലിമി കദാലിക സുക്കൂത്തു, തക്കല്ലുമു എന്നത് മുത്തക്കല്ലിമിന്റെ സിഫത്തല്ലേ. അപ്പൊ അവിടെ മിണ്ടാതിരിക്കുക എന്നത് മുത്തക്കല്ലിമിന്റെ തന്നെ എന്ത് സിഫത്താവട്ടെ, സംഭവമാണല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ അതിന്റെ മേൽ മിണ്ടാതിരിക്കൽ നന്നാകുമെന്ന് പറയുന്നത്. മിണ്ടാതിരിക്കുക എന്ന് അയാളിലല്ലേ ലാഹിറാവുക. മറ്റേ ആദ്യമേ മിണ്ടുന്നില്ലല്ലോ, പിന്നെ അയാൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അപ്പൊ നല്ലത് എന്താണ്? ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് മിണ്ടാതിരിക്കൽ നന്നാകും എന്ന് വെക്കലാണ്. അതാണ് തസ്രീഹ്. ആ പറഞ്ഞെടുത്ത് മുത്തക്കല്ലിമ് എന്ന് പറഞ്ഞെടുത്ത് യാസീൻ കൊടുത്ത അതാണ്. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന വിശേഷണം ഉള്ളത് മുത്തക്കല്ലിമിനാണ്. അപ്പൊ അതേമാതിരി തന്നെ മിണ്ടാതിരിക്കുക എന്നത് മുത്തക്കല്ലിമിന്റെയാണ് വിശേഷണമാവേണ്ടത് എന്ന് തസ്രീഹിന്റെ യാസീൻ അവിടെ പറയുന്നുണ്ട്. ഫായിദേനെ ഫായിദ ചെയ്യുന്നതായ എങ്ങനത്തെ ഫായിദയാണ്? യഹ്സുനു സുകൂത്ത് അലൈഹ, അതിന്റെ മേലായിട്ട് മുത്തക്കല്ലിമ് മിണ്ടാതിരിക്കൽ ഹസനാകും, നന്നാകും. നന്നാകുമെന്ന് വെച്ചാൽ അതിനെ നല്ലതായി എണ്ണും. ആരാണ് നല്ലതായിട്ട് എണ്ണുന്നത്? ആ ലഫ്ളിനെ കേൾക്കുന്ന സാമിഅ് എന്ത് ചെയ്യും? ഹുസ്നു കൊണ്ടുള്ള മുറാദ് അതിന്റെ മേൽ മിണ്ടാതിരിക്കൽ നന്നാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ മിണ്ടാതിരിക്കലെ ഹസനായിട്ട് കേൾക്കുന്ന സാമിഅ് എണ്ണും. അദ്ദുസ്സാമിഅ ഇയ്യാഹു ഹസനൻ, കേൾക്കുന്ന ആളതിനെ നല്ലതായിട്ട് എണ്ണും. അതെങ്ങനെ? ബിഅല്ലാ യഹ്താജ ബി ഇസ്തിഫാദത്തുൽ മഅനാ മിനൽ ലഫ്ളി, ആ ലഫ്ളിൽ നിന്ന് മഅനയെ കരസ്ഥമാക്കുന്ന വിഷയത്തിൽ അവൻ ആവശ്യമാകില്ല കേൾക്കുന്ന ആള് ഇലാ ശൈഇൻ ആഖറ, വേറൊരു ശൈഇലേക്ക് ആവശ്യമാകില്ല, വേറൊരു ശൈഇനെ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരുന്നില്ല സ്വാമി എനിക്ക്. അവ സാമിഅനെ നല്ലതായി എണ്ണുമെന്നാണ്. അതിന്റെ മേൽ മിണ്ടാതിരിക്കൽ, മുത്തക്കല്ലിമിന് മിണ്ടാതിരിക്കൽ നന്നാകുമെന്ന് വെച്ചാൽ ആ മിണ്ടാതിരിക്കൽ
നല്ലതായിട്ട് എണ്ണും. ആര്? കേൾക്കുന്ന സാമി എണ്ണും. ഇനി അതിന്റെ മാനയെ മനസ്സിലാക്കുന്ന എനിക്ക് വേറൊരു ലഫ്ളിലേക്ക് ആവശ്യമില്ല. സാമിഇന് ആവശ്യമാവാതിരിക്കുക എന്നാണ് അവൻ നല്ലതായിട്ടെണ്ണുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഈ കൗലിൽ ലഫ്ള് സ്വാദിരി മിനൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിൽ നിന്നും ഉണ്ടായതായ ലഫ്ള് ആയിന് വേണ്ടി മുസ്തമിനൽ മഹ്കുമി അലൈഹി വബിഹി, മഹ്കുമു അലൈഹിയുടെ മേലും മഹ്കുമു ബിഹിയുടെ മേലും ചുറ്റിയതായതിനു വേണ്ടി. വഅഖല്ലു മാ യതഅല്ലഖുൽ കലാമു, കലാമു ഉണ്ടാവലിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയതാകുന്നത് മിൻ ഇസ്മൈനി, രണ്ട് ഇസ്മിനാൽ ഹാസിലായതാണ്, കരസ്ഥമായതാകുന്നു. വാക്കല്ലുമാ എന്നിടത്ത മാ മസ്ദരിയാക്ക, കലാം ഉണ്ടാവലിൽ വെച്ച്. വാക്കല്ലുമായത്ത് അല്ലഫുൽ കലാമു, കലാമു ഉണ്ടാവലിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയതാകുന്നത് മിൻ ഇസ്മൈനി, രണ്ട് ഇസ്മിനാലാണ്. പിന്നെ എന്തല്ല? മാ മൗസൂലയാക്കിയല്ല. മാ മൗസൂലയാക്കുമ്പോ എന്തായും? വാക്കല്ലുമായത്ത് അല്ലഫുൽ കലാമു, കലാമ് അക്കല്ലുമാ ഒന്നിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയതാകുന്ന യതഅല്ലഫുൽ കലാമു, കലാമ് ആ ഒന്നിനാൽ ഉണ്ടാവും. അങ്ങനത്തെ ഒന്നിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയതാകുന്നത് ഇസ്മാനി, രണ്ട് ഇസ്മാകുന്നു എന്നാണ് നേരെ. മാ മൗസൂലയാണെങ്കിൽ ഇബാറത്തിന്റെ ലാഹിർ ഇസ്മാനി എന്ന് പറയലാണ്. അത് പറയാതെ മിൻ ഇസ്മൈനി എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ഇബാറത്തിന്റെ ലാഹിർ എന്താണ്? മാനെ മസ്ദരിയ ആക്കലാണ്. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഉസ്മൂനി പറഞ്ഞെടുത്തു മാന മൗസൂലയാക്കി ഉസ്മൂനി പറഞ്ഞത്. ഉസ്മൂനി പറഞ്ഞിടത്തൊക്കെ ഉസ്മൂനിയുടെ ഇബാറത്ത് കാണാം. വാക്കല്ലുമാ യകൂനു മിൻഹു ദാലിക, കൊല്ലുമാ ഒന്നിൽ വെച്ച് ഏറ്റവും ചുരുങ്ങി യകൂനു മിൻഹു ദാലിക, അതിനാൽ ആ കലാമുണ്ടാവലുണ്ടാകും. അങ്ങനത്തെ ഒന്നിൽ ഏറ്റവും ചുരുങ്ങിയതാകുന്ന ഇസ്മാനി, ഉസ്മൂനി ഇബാറത്തിട്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇബാറത്തിന്റെ ലാഹിറുമാ മൗസൂലയാണെങ്കിൽ ഇസ്മാനി എന്ന് പറയലാണ്. അത് പറയാതെ മിൻ ഇസ്മൈനി എന്ന് പറഞ്ഞപ്പോ ആ ഇബാറത്തിന്റെ ലാഹിർ മാ മസ്ദരിയാണ് എന്നതാണ്. ഇബാറത്തിന്റെ ലാഹിർ മാ മൗസൂലയായിരുന്നുവെങ്കിൽ അഖല്ലുമാ യതഅല്ലഫു മിൻഹുൽ കലാമു എന്ന് ഇതിനെ പറഞ്ഞും കൂടി പറയലാണ് ലാഹിർ. അവിടെ കൂട്ടുകുരിസ്ഥാനൊക്കെ മാനെ മസ്ദരിയാണ് ആക്കുന്നത്. വഅഖല്ലുമാ യതഅല്ലഫുൽ കലാമു, കലാമുണ്ടാവലിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് മിൻ ഇസ്മൈനി, രണ്ട് ഇസ്മിനാൽ ഹാസിലായതാണ്. യതഅല്ലഫു നമ്മൾ പറഞ്ഞു. യതഅല്ലഫു എന്ന് യതറക്കബു എന്ന് പറയാതെ യതഅല്ലഫു എന്ന് പറയാനുള്ള കാരണം തഅലീബ് എന്നത് തർക്കീബിനേക്കായി അഖസ്സാണ്. ഉസ്മൂനിയൊക്കെ തന്നെ അവിടെ പറയുന്നുണ്ട്, ലിഅന്ന തഅലീബ കമാ ഖീല അഖസ്സു, ഇത് ഹുവ തർക്കീബും വ സിയാദത്തുൻ. തഅലീബ് എന്ന് പറഞ്ഞാൽ തർക്കീബ് ഉണ്ടാവണം, സിയാദത്തും ഉണ്ടാവണം. അതേതാ സിയാദ്? വഹിയ വുഖൂൽ ഇൽഫത്തി ബൈനൽ ജുസ്ഇനി, രണ്ട് ജുസ്ഇന്റെയും ഇടയിൽ ഇൽഫത്ത് ഇണങ്ങിച്ചേരൽ ഉണ്ടാവണം. ഇണങ്ങിച്ചേരുക എന്ന് പറഞ്ഞാൽ അൽ ഇർത്തിബാത്തു ബൈനൽ കലിമത്തിന്, രണ്ട് കലിമത്തിന്റെ ഇടയിൽ ബന്ധം. അങ്ങനെ ബി ഇസ്നാദി ഇഹ്ദാഉമാ ഇലൽ ഉഖറ, രണ്ടിലൊന്നിനെ മറ്റൊന്നിലേക്ക് ഇസ്നാദ് ചെയ്യലിനെ കൊണ്ട് രണ്ട് കലിമത്തിന്റെ ഇടയിലുള്ള ബന്ധം ഉണ്ടാവണം. ഔ ഇലാബത്തി ആയിലെ അല, രണ്ടിലൊന്നിനെ മറ്റൊന്നിലേക്ക് ഇലാബത്ത് ചെയ്യലിനെ കൊണ്ട്. ഔ അല, ഒരു കലിമത്തെ മറ്റേ കലിമത്ത് കൊണ്ട് വസ്തു പറയലിനെ കൊണ്ട്. ഔ നഹ്വിദാലിക, ഇതേപോലത്തേക്ക് കൊണ്ട് എന്ത് ചെയ്യണം? ഇർത്തിബാത്ത്, രണ്ട് കലിമത്തിന്റെ ഇടയിൽ ഇർത്തിബാത്ത് ഉണ്ടാവണം. ആ ഇർത്തിബാത്തും തർക്കീബും രണ്ട് കലിമത്തിനെ പറയലും അതിന്റെ ഇടയിൽ ഇസ്നാദ് കൊണ്ടോ ഇലാബത്ത് കൊണ്ടോ വസ്തു കൊണ്ടോ ഒക്കെ ഉള്ള ഇർത്തിബാത്ത് ബന്ധം ഉണ്ടാവണം. ആ നിലയ്ക്ക് ഇൽഫത്ത് കൂടെ സംഭവിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? തഅലീബ് എന്ന് പറയുള്ളൂ. തർക്കീബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തർക്കീബ് എന്ന് പറഞ്ഞാൽ ബിഖിലാഫി ലമ്മി ആയിലെ അബിദുൽ ശൈഇൻ മിൻ ദാലിക, ഇതൊന്നും കൂടാതെ കണ്ടെന്ത് ചെയ്യുക? ഒരു കലിമത്തെ മറ്റൊരു കലിമത്തിലേക്ക് ചേർക്കുക. കാമ ജാഅ എന്ന് പറഞ്ഞു, കാമ ജാഅ, രണ്ടും തമ്മിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. പക്ഷേ അവിടെ എന്തില്ല? മേൽ പറഞ്ഞ ഇസ്നാദില്ല, ഒരു കലിമത്തെ മറ്റൊരു കലിമത്തിലേക്ക് ചേർക്കലില്ല. ഇലാബത്ത് കൊണ്ട് എന്ത് ചെയ്യില്ല? ഇലാബത്ത് കൊണ്ടും ബന്ധമില്ല, വസ്തു കൊണ്ടും ബന്ധമില്ല, ഇതൊന്നുമില്ല. രണ്ട് കലിമത്ത് ഇങ്ങനെ തുടരെ പറഞ്ഞു. എന്നാൽ അവിടെ തർക്കീബുണ്ട്, പക്ഷെ തഅലീബില്ല. അവിടെ തർക്കീബല്ല ഇവിടെ ഉദ്ദേശം. എന്താണ്? തഅലീബാണുള്ളത്. ഇർത്തിബാത്ത്, രണ്ട് കലിമത്തിന്റെ ഇടയിൽ ഇസ്നാദ് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ വസ്തു കൊണ്ടോ ഇലാബത്ത് കൊണ്ടോ ഒക്കെ പോലത്തെ ബന്ധം ഉണ്ടാവുക. അവ രണ്ട് കലിമത്തെ കൂട്ടിച്ചേർക്കലും അതിന്റെ ഇടയിൽ ബന്ധം ഉണ്ടാവണം, അപ്പോഴേ തഅലീബ് എന്ന് പറയുള്ളൂ.
അതുകൊണ്ടാണ് വാക്കല്ലുമായി യതഅല്ലബു എന്ന് പറഞ്ഞത് യതറക്കബു എന്ന് പറയാതെ. ഇതുപോലെയൊക്കെ ജയ്ദുൻ ഖായിമുൻ എന്ന പോലെ ജയ്ദ് നിൽക്കുന്നവനാണ്. അവിടെ എന്ത് ചെയ്തു? കലാമുണ്ടായത്. അവിടെ കലാമുണ്ടായത് എന്തുകൊണ്ടാണ്? രണ്ട് ഇസ്മിനാലാണ്. ജയ്ദുൻ എന്നത് ഇസ്മാണ്, ഖായിമുൻ എന്നത് ഇസ്മാണ്. അവ രണ്ട് ഇസ്മിനാൽ, രണ്ട് കലിമത്തിനാലാണ് അവിടെ കലാമു ഉണ്ടായത്. അവിടെ എന്തു പറയരുത്? രണ്ട് കലിമത്തിനാല്, രണ്ട് ഇസ്മിനാലാണ് അവിടെ എന്ത് ചെയ്ത് കലാമുണ്ടായത്. അവിടെ എന്ത് ചോദിക്കരുത്? രണ്ട് കലിമത്തല്ലല്ലോ അവിടെ ഉള്ളത്. അവിടെ രണ്ട് കലിമത്തല്ലല്ലോ, മൂന്ന് കലിമത്തില്ലേ, മൂന്ന് ഇസ്മില്ലേ. അതെ, സെയ്ദുൻ എന്നൊരു ഇസ്മല്ലേ, ഖായിമുൻ എന്നത് ഒരു ഇസ്മല്ലേ, അതിലെ ഒരു മുസ്തദറ ലമീറുണ്ടല്ലോ ഖായിമിൽ. അപ്പൊ മൂന്നെന്ന് പറയണ്ടേ, എന്തേ രണ്ടു എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കരുത്. കാരണം വസ്വന്റെ മർഫൂയോടുകൂടെ രണ്ട് ഇസ്മാണല്ലോ, അപ്പൊ മൂന്ന് ഇസ്മുണ്ടെന്ന് ചോദിക്കരുത് എന്ന് ചോദിക്കരുത്. കാരണം അവിടെ വസ്വദിന്റെ മർഫൂ മുസ്തതിറായ ലമീറോടുകൂടെ അത് മുഫ്രദിന്റെ സ്ഥാനത്താണ്, ഒരു ഇസ്മിന്റെ സ്ഥാനത്താണ്. എന്തുകൊണ്ട്? ലി ബുറൂസിഹി ബി തസ്നിയത്തിൻ വലാ ജംഇൻ. അവിടുള്ള ലമീർ തസ്നിയാക്കുമ്പോഴോ ജമ്മാക്കുമ്പോഴോ വെളിവാവാറില്ല. അമാനഹു ഖായിമാനി വ ഖായിമൂന, ഖായിമാനി ഖായിമൂന എന്നിടത്തൊക്കെ ഉള്ള വൽ അലിഫു വൽ വാവോടുള്ള അലിഫും വാവും ഒക്കെ ഹർഫ തസ്നിയത്തിൻ വ ജംഇൻ, തസ്നിയയുടെയും ജമ്മിന്റെയും അർഫാണ്. അവിടെ വല്ലമീറു മുസ്തതിറുൻ, അവിടെ ലമീർ മറഞ്ഞു കിടക്കുകയാണ്. ബിഖിലാഫി ഇമാം അൽബീരി ഫിഇലിനോടുകൂടെ എതിരായിട്ട്, ഫിഇലിനോടുകൂടെ ആകുമ്പോൾ ഒരു ഇസ്മായിട്ട് തന്നെ പരിഗണിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. എന്റെ മർഫൂയോടുകൂടി വസ്തു ഒരു മുഫ്രദാണ്, ഒരു ഇസ്മാണ്, രണ്ട് ഇസ്മല്ല. എന്തുകൊണ്ട്? തസ്നിയയിലും ജമ്മിലുമൊന്നും ഈ വസ്ലിലുള്ള ലമീർ വെളിവാകുന്നില്ല എന്ന കാരണം കൊണ്ട്. എന്നാൽ ഫിഇലോടുകൂടിയാകുമ്പോ അവിടുള്ള ലമീറിനെ ഒരു ഇസ്മായി എണ്ണുന്നുണ്ട്. അതെന്താണ്? തസ്നിയയിലും ജമ്മിലും ഒക്കെ ആ ലമീർ വെളിവാകുന്നത് കൊണ്ടാണ് എന്ന് സ്വബ്ബാൻ ഇതിന് മറുപടി പറഞ്ഞതായി കാണാം. പിന്നെ ഖുദരി ഇതിന് മറുപടി പറഞ്ഞതായി കാണാം. അതേപോലെ സ്വബ്ബാനും ഇതേ മറുപടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഔ മിൻ ഫിഇലിൻ വസ്മിൻ ലാഇരിൻ, അല്ലെങ്കിൽ ഒരു ഫിഇലിനാലും ലാഇറായ ഇസ്മിനാലും ഉണ്ടാകുന്നതാണ്. ഒന്നുകിൽ രണ്ട് ഇസ്മിനാൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഫിഇലിനാലും ലാഇറായ ഇസ്മിനാലും ഉണ്ടാകും. ഇതുപോലെയൊക്കെ ഖാമ സെയ്ദുൻ, സെയ്ദ് നിന്നു എന്നതുപോലെ ഖാമ എന്ന ഫിഇലും ലാഇറായ ഇസ്മിനാലുമാണ് അവിടെ എന്ത് ചെയ്ത് കലാമുണ്ടായത്. അപ്പൊ കലാമുണ്ടാവലിൽ ഏറ്റവും ചുരുങ്ങിയ രണ്ട് ഇസ്മിനാലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിഇലും അല്ലെ ലാഇറായ ഇസ്മിനാലുമായിരിക്കും. എന്തിനാണ് ലാഇറായ ഇസ്മാവണം എന്ന് പറയാനുള്ള കാരണം? മാളിയായ ഫീലിന്റെ മുസ്തത്തിറായ ലമീറോടുകൂടെ ഇനി കലാമ് എന്ന് പറയില്ല. ലാ യുസമ്മാ ലിഅന്നൽ മാളിയ മഅൽ ലമീരിൽ മുസ്തതിരി ലാ യുസമ്മാ കലാമൻ അലൽ അസ്ഹി. പ്രബലമായ അഭിപ്രായപ്രകാരം ലാഇറായ ഇസ്മില്ലാതെ കാമ അവൻ നിന്നു എന്ന് പറഞ്ഞാൽ അത് കലാം എന്ന് പറയില്ല, പ്രബലമായ അഭിപ്രായം അനുസരിച്ച്. അവിടെ ഖുദരി പറയുന്നുണ്ട്, സ്വബ്ബാനും പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്തു പറയില്ല? അവിടെ കലാമ് എന്ന് പറയില്ല, മുസ്തതറായ ലമീറാകുമ്പോൾ. കാരണം ഇത് ലാ തഹ്സുറുൽ ഫായിദതു മഅൽ ഫിഇലി, ഫിഇലോട് പിന്നെ ഇത് ലാ തഹ്സുറുൽ ഫായിദതു മിനൽ ഫിഇലി, ഫിഇലിനാലുള്ളതായ ഫായിദ ഹാസിലാവുകയില്ല, കരസ്ഥമാവുകയില്ല. ഇല്ലാ ഇദാ കാന അൽ-ലമീറു വാജിബൽ ഇസ്തിതാറി, അവിടുള്ള ലമീർ മുസ്തതിറാവൽ ഇസ്തിതാർ നിർബന്ധമായതാവണം, എന്നാലല്ലാതെ ഫായിദ കരസ്ഥമാവുകയില്ല. കമാ ഫി തസ്രീഇ, തസ്രീഇൽ പറഞ്ഞതുപോലെ, മുസരിഹ് തസ്രീഇൽ പറഞ്ഞതുപോലെ അതിനെയാണ് ഖുദരി അവിടെ പ്രബലപ്പെടുത്തുന്നത്. സ്വബ്ബാനും അവിടെ പ്രബലപ്പെടുത്തുന്നത് അത് തന്നെയാണ്. ഖുദരി അങ്ങനെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്, അത് പിന്നെ തസ്രീ അങ്ങനെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെ പ്രബലം എന്ന ശൈലി തന്നെയാണ് ഖുദരിയും സ്വബ്ബാനും ഒക്കെ പോകുന്നത്. എന്നാവനാക്കസഹു യാസീൻ, യാസീനെ ഇത്റാലാക്കിയിട്ടുണ്ട്. അതിനെ ബി അന്ന കാമ വി ജവാബി ഹൽ കാമ സെയ്ദുൻ, സെയ്ദ് നിന്നുക്കണോ എന്ന ചോദ്യത്തിന്റെ ജവാബിൽ കാമ എന്ന് പറഞ്ഞാൽ കലാമുൻ ഖത്അൻ, അത് ഉറപ്പായിട്ടും കലാമാണല്ലോ. ഫകൈഫ യുസ്തറതു വുജൂബുൽ ഇസ്തിതാരി, അപ്പൊ എങ്ങനെ
അവിടെ ലമീർ മറഞ്ഞിരിക്കൽ നിർബന്ധമാണെന്ന് എങ്ങനെ പറയുക? ഇസ്തിത്താർ നിർബന്ധമായ ലമീറായാൽ മാത്രമേ വായിദ കിട്ടുള്ളൂ, അല്ലേ കിട്ടില്ല. കാമ പോലത്തതിൽ ഇസ്തിത്താർ ജായിസായാലത്ത് കിട്ടൂല എന്നെങ്ങനെ പറയുക എന്ന് യാസീൻ അവിടെ ഇഅ്തിറാലാക്കിയിട്ടുണ്ട്. വാക്കല്ലുമായ തഅല്ലഫുൽ കലാമുടെ അടുത്ത് മാ മസ്ദരിയാക്കി തന്നെ അവിടെ തസ്രീഹിന്റെ യാസീൻ തന്നെ പറയുന്നുണ്ട്. വാക്കല്ലുമായ തഅല്ലഫുൽ കലാമു എന്നിടത്ത് തന്നെ എന്നെടുത്തിട്ട് തസ്രീഹിന്റെ യാസീൻ തന്നെ പറയുന്നുണ്ട്. മാ ഫീഹി മസ്ദരിയത്തുൻ വ മിൻ ഇബ്തിദാഇയത്തുൻ മിൻ ഇസ്മൈനി എന്ന് പറഞ്ഞത് പറയുന്നുണ്ട്. അയ്യോ അഖല്ലു തഅല്ലുഫുൽ കലാമി നാസിഉ മിൻ ഇസ്മൈനി ഔ കാഇനിൻ മിൻ ഉമാ എന്ന് തന്നെ അത് മസ്ദരിയാക്കിയിട്ട് തന്നെ തസ്രീഹിന്റെ മേലുള്ള യാസീൻ അവിടെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 22-ാം പേജിൽ. അതിനിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഖുദരി അവിടെ ലമീറിന്റെ മർജി അങ്ങോട്ടാണെന്ന് അറിയപ്പെടാത്ത സുആലിന്റെ ജവാബായിട്ടൊരു ചോദ്യത്തിന്റെ മറുപടിയായിട്ട് സംഭവിക്കാത്തരത്താണ് പറഞ്ഞത്. വാജിബുൽ ഇസ്തിത്താറായ ലമീർ വാജിബുൽ ഇസ്തിത്താറാവണം, മറക്കൽ നിർബന്ധമായ ലമീറാവണം. അല്ലെങ്കിൽ എന്ത് ചെയ്തിരുന്നില്ല, ഫീലിൽ നിന്ന് ഫായിദ കരസ്ഥമാവൂല. ലമീർ മറക്കൽ നിർബന്ധമായ ലമീറായിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുന്നല്ല, അവിടെ ഫായിദ കിട്ടൂല. അപ്പൊ ഇവിടെ കാമയിലേക്കുള്ള ലമീർ ഇസ്തിത്താർ നിർബന്ധമായതല്ല, ജായിസായ ലമീറാണ് അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ അത് കലാമാവണമെങ്കിൽ മുഫീദായ വായിദത്ത് യസ്നു സുക്കൂത്തലയായ വായിദേനെ അത് കരസ്ഥമാക്കി തരുന്നതാവണം. കലാമാവണമെങ്കിൽ ലമീറിന്റെ മർജീനെ അറിയപ്പെടുന്ന നിലക്കുള്ള ഒരു സുആലിന്റെ ജവാബായിട്ട് വരണം. അങ്ങനെ വന്നാൽ അവിടെ എന്താണ്, മുസ്തത്തിറായ ലമീറോടുകൂടി തന്നെ കലാമാണ്. അതല്ലാത്തിടത്തൊന്നും കലാം എന്ന് പറയില്ല എന്നാണ് പറഞ്ഞത് എന്നാണ് ഖുദരി ആ മറുപടി കൊടുത്തതിന്റെ ഹാസിൽ. അതേ മറുപടി സ്വബ്ബാനും അവിടെ കൊടുത്തു കാണുന്നുണ്ട്. ഔ മുസ്തതിരിൻ, ഒന്നുകിൽ ഫിഅലിനാലും ളാഇറായ ഇസ്മിനാലും, ഔ മുസ്തതിരിൻ അല്ലെ മുസ്തത്തിറായ ഇസ്മിനാലും. ഫിഅലും മുസ്തത്തിറായ ഇസ്മും നമ്മൾ പറഞ്ഞല്ലോ, മുസ്തത്തിറായ ലമീറോട് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്, ആ ലമീറിനെ ഫിഅലോടുകൂടിയാകുമ്പോൾ അതൊരു ഇസ്മായിട്ടെണ്ണും, വസ്ഫോടുകൂടിയാകുമ്പോൾ തസ്നീലും ജമീലും ളാഇറാവാത്തോണ്ടാണ് അതിനെ രണ്ട് ഇസ്മായിട്ടെണ്ണാത്തത്. വസ്ഫിനെ ഫീലിനോടുകൂടിയാകുമ്പോൾ അവിടെയുള്ള ലമീറിനെ ഒരു ഇസ്മായിട്ട് എണ്ണും, കാരണം അത് തസ്നീലും ജമീലും ളാഇറാകുന്നുണ്ട്. അപ്പൊ ഔ മുസ്തതി അല്ലെ മുസ്തത്തിറായ ഇസ്മിനാലും ഒരു ഫിഅലിനാലും ആയിരിക്കും കലാമുണ്ടാവലിൽ ഏറ്റവും ചുരുങ്ങിയത്. അതേപോലെ കസ്തഖിം ഇസ്തഖിം എന്നതുപോലെ, ഇസ്തഖിം എന്നത് ഫീല് അമ്രാണ്. ബശാരിന്റെ പോക്ക് നേരെ മിസാലാക്കിയിട്ടാണ് എന്ന് വളരെ ളാഇറാകുന്നുണ്ട്, കാരണം മിസാലാണല്ലോ മുമ്പ് പറഞ്ഞു. അതേമാതിരി മിസാല കസ്തഖിം ഇസ്തഖിം എന്നതുപോലെ, ഇസ്തഖിം എന്നൊരു ഫിഅലാണ്, അമ്രുഫീലാണ്. അവിടെയുള്ള മുസ്തത്തിറായ ലമീർ ഇസ്തിത്താർ മറക്കൽ നിർബന്ധമായ ലമീറാണല്ലോ. അമ്ര ഹാലുള്ള ലമീർ, അവിടെ ലമീർ മറക്കൽ നിർബന്ധമായതാണ്. മുസ്തത്തിറായ ലമീർ ഇസ്തിത്താർ വുജൂബായ ലമീറാണ്. ആ ലമീർ ആ ലമീർ എന്താണ്, ഇസ്മാണ്. അപ്പൊ മുസ്തത്തിറായ മറഞ്ഞൊരു ഇസ്മിനാലും ഫിഅലിനാലും ഉണ്ടായ കലാമാണ് ഇസ്തഖിം എന്നത്. നീ ചൊവ്വായി നിൽക്കുക, മുഫീദായ ഒരു കലാമാണ് ഇസ്തഖിം എന്നത്. അപ്പൊ അതിന്റെ ഉദാഹരണം ഏതുപോലെ, മുഫീദായ ലഫ്ളിന്റെ കലാമിന്റെ ഉദാഹരണം ഇസ്തഖിം എന്നതുപോലെ. അപ്പൊ നേരെ എന്താണ്, കസ്തഖിം എന്നതിനെ മിസാലായിട്ടാണ് ആക്കുന്നത്, എന്തല്ല താരീഫിന്റെ തത്തിമ്മത്തായിട്ട് അല്ല.